നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ്. നല്ല സ്റ്റൈലിഷ് ലുക്കിൽ നമുക്ക് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടി വെയർ സാരിയാണ്. ഫാബ്രിക് പറയുകയാണെങ്കിൽ സിൽക്ക് ലിനൻ ആണ്. സിൽക്കും പ്യുവർ ലിനനും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത്. നല്ല സോഫ്റ്റ് കളറിലാണ് വന്നിരിക്കുന്നത്. ഒരു പേസ്റ്റൽ പൗഡർ ബ്ലൂ ആണ് സാരിയുടെ ടോൺ വരുന്നത്. പൗഡർ ബ്ലൂ ടോണിൽ നല്ല പാറ്റേണിലാണ് ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. ലോവർ ബോർഡർ വരുമ്പോൾ ഈ ഒരു സ്റ്റൈലിലായിരിക്കും. ഫുൾ ആ ഒരു മൾട്ടി കളറിലുള്ള എംബ്രോയിഡറി വർക്ക് ആയിരിക്കും സാരിക്ക് വരുന്നത്. ബോർഡർ വരുന്നത് ഒരു സിമ്പിൾ സിൽവറിലുള്ള ഒരു സിമ്പിൾ ബോർഡർ ആയിരിക്കും സാരിക്ക് വരുന്നത്. ഇതാണ് ആ എംബ്രോയിഡറി വർക്കിന്റെ ഡീറ്റെയിലിംഗ് ഇങ്ങനെ വരും. നല്ല ബ്രോഡായിട്ടുള്ള പാറ്റേണിൽ മൾട്ടി കളർ ത്രെഡ് വെച്ചിട്ട് ഫ്ലോറൽ എംബ്രോയിഡറി വർക്കാണ്. ഫുൾ സാരി വന്ന് കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി വർക്കാണ്. ബോർഡർ സിമ്പിൾ ഒരു ബോർഡറാണ് വരുന്നത്. ബോർഡർ നമുക്ക് പറയാനുള്ള കാരണം ആ ഒരു പൗഡർ ബ്ലൂവും സിൽവറും കൂടി ചേർന്ന് വരുന്ന പാറ്റേണിൽ ഒരു 1 ഇഞ്ച് ബോർഡറാണ് സാരിക്ക് അപ്പുറം ലോവറും വരുന്നത്. മുകൾ ഭാഗം പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ലോവർ ഏരിയയിലായിരിക്കും ഈ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. അപ്പോൾ പോർഷൻ പ്ലെയിൻ ആയിരിക്കും ഫുൾ സാരി വരിക. മുന്താണി ആ സിൽവറിൽ തന്നെയുള്ള ജെറിവോൺ ലൈൻസ് ആണ്. സ്ട്രൈപ്പ് ഡിസൈൻസിലായിരിക്കും സാരിയുടെ പല്ലു വരുന്നത്. റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. ബ്ലൗസ് വരുന്നത് സെയിം ഇതേ ടോണിൽ തന്നെ സെൽഫ് കളറിൽ ഇതേ ആ ഒരു ടിൻറ്റഡ് പൗഡർ ബ്ലൂ ആണ് സാരിയുടെ ടോൺ വരുന്നത്. അതേ ടോണിൽ തന്നെ പ്ലെയിൻ ബ്ലൗസ് സാരിക്ക് വരുന്നത്. നെക്സ്റ്റ് സാരി ഫാബ്രിക്കും പാറ്റേൺ എല്ലാം എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇത് വരുന്നത് സോഫ്റ്റ് സിൽക്ക് ചന്തേരിയാണ്. പ്യുവർ ചന്തേരിയും സിൽക്കും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ മെറ്റീരിയൽ. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ ഫാബ്രിക്. നല്ല കളറിൽ വന്നിരിക്കുന്ന ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ്. ഒരു യെല്ലോ ടിൻറ്റഡ് ഗ്രീൻ ആണ് സാരിയുടെ ടോൺ വന്നിരിക്കുന്നത്. അതിൽ ഫുൾ ബോഡിയിലും ഫ്ലോറൽ ഡിജിറ്റൽ പ്രിന്റ് ആയിരിക്കും വരുന്നത്. ഈ ഒരു ടോണിലാണ് ആ ഒരു ഡിസ്ചാർജ് പ്രിന്റഡ് പാറ്റേണിലും ഡിജിറ്റൽ പ്രിന്റഡ് പാറ്റേണിലുമാണ് സാരിയിൽ ആ ഒരു ഡിസൈൻസ് വരുന്നത്. ഒരു ലീഫ് പാറ്റേണും ഫ്ലോറൽ ഡിസൈൻസിലും എല്ലായിരിക്കും ഫുൾ സാരി വരുന്നത്. ബോർഡർ ഇല്ല സാരി, വിത്തൗട്ട് ബോർഡർ വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് സാരിയുടെ മുന്താണി വരുന്നത്. ഇതായിരിക്കും സാരിയുടെ പല്ലു വരുന്നത്. ആ ഒരു ഇന്നർ വീവിംഗ് പാറ്റേണിലാണ്. ഒരു സ്വീക്വൻസ് ഇന്നർ വീവിംഗ് ആയിട്ട് വന്നിട്ട് അതിന്റെ മേളിൽ കൂടി ത്രെഡ് വന്നിട്ടുണ്ട്. ഈ ഒരു പാറ്റേണിലായിരിക്കും സാരിയിൽ ആ ഒരു മുന്താണി വരുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടും ഫ്ലാഷി അല്ല, വളരെ മാറ്റ് ഫീലിൽ നല്ലൊരു ബ്യൂട്ടിഫുൾ ലുക്കിലാണ് സാരിയിൽ ആ ഒരു വർക്ക് വരുന്നത്. അകത്ത് സ്വീക്വൻസ് ഉണ്ട്, അതിന്റെ പുറത്തു കൂടി ത്രെഡ് വന്നിരിക്കുകയാണ്. ആ ഒരു ഡിഫറെന്റ് ലുക്കിലാണ് സാരിയുടെ മുന്താണി. ബോഡി കംപ്ലീറ്റ് ഈ ഒരു സ്റ്റൈലിലായിരിക്കും വരുന്നത്. നല്ല എലഗൻ പാർട്ടി വെയർ സാരിയാണ്. പല്ലു ഇങ്ങനെ വരും, ലോങ് ഷോർട്ടിൽ ഇങ്ങനെ വരും. ഫുൾ ആ ഒരു സ്വീക്വൻസ് വർക്കാണ്, പക്ഷേ ഫ്ലാഷി അല്ല. ഇന്നർ വീവിംഗ് ആയിട്ട് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ലുക്കായിരിക്കും സാരിക്ക് വരുന്നത്. വിത്ത് റണ്ണിങ് ബ്ലൗസ് സെയിം ടോണിൽ തന്നെ പ്ലെയിൻ ആയിരിക്കും ബ്ലൗസ് വരുന്നത്. സെയിം പാറ്റേൺ തന്നെയാണ്, സെയിം പാറ്റേൺ ആൻഡ് സെയിം ഫാബ്രിക്. ആ കളർ പാലറ്റ് മാത്രമേ ചേഞ്ച് വന്നിട്ടുള്ളൂ. ഇത് വരുന്ന ഒരു ബ്ലെൻഡഡ് ടോൺ ആണ്. പീച്ച് ഷെയ്ഡ് വരുന്നുണ്ട്, റോസ് ഗോൾഡ് ആൻഡ് ഒരു ഷാമ്പെയിൻ പിങ്ക്. ആ ഒരു ബ്ലെൻഡഡ് ടോണിലാണ് സാരി വന്നിരിക്കുന്നത്. വളരെ സോഫ്റ്റ് കളർ പാലറ്റിൽ സോഫ്റ്റ് ഡിസൈനിലുമാണ്. ഗ്രീനിലാണ് ആ ഒരു ഗ്രീൻ ആൻഡ് ഒരു പേർപ്പിൾ ലാവൻഡർ ആ ഒരു കോമ്പിനേഷനിലാണ് ഫ്ലോറൽ ഡിസൈൻസ് വരിക. ബോഡി കംപ്ലീറ്റ് ഈ ഒരു ലുക്ക് വരും. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് നല്ല ഒതുങ്ങി നമ്മുടെ ബോഡി ഷേപ്പിനനുസരിച്ച് ഒതുങ്ങി നിൽക്കുന്ന ഫാബ്രിക് ആണ്. ഈസി ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാം. പല്ലു ആ ഒരു ഷാമ്പെയിൻ പിങ്കിലാണ്. സാരിയിൽ കോൺട്രാസ്റ്റ് ആയിട്ട് ആ ഒരു ഇന്നർ വീവിംഗ് പാറ്റേണിൽ തന്നെയുള്ള സ്വീക്വൻസ് വർക്കിലായിരിക്കും സാരിയുടെ മുന്താണി വരിക. ഈ ഒരു പാറ്റേണിലാണ് വരിക. ബ്ലൗസ് വരുന്നത് സെയിം സ്റ്റൈലിൽ തന്നെ പ്ലെയിൻ ബ്ലൗസ് ആയിരിക്കും സാരിക്ക് വരുന്നത്. എല്ലാ സാരീസും നല്ല സോഫ്റ്റ് കളറിലാണ് വന്നിരിക്കുന്നത്. പേസ്റ്റൽ കളർ ചാർട്ടിലാണ് എല്ലാ സാരീസും. ഇത് വരുന്ന ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ്. ഒരു ലൈറ്റ് ടിൻറ്റഡ് ഗ്രീൻ ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. അതിലും അതേ സോഫ്റ്റ് കളറിൽ തന്നെയായിരിക്കും ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് ഫുൾ സാരി വരുന്നത്. എന്താണ് ഈ സെയിം സ്റ്റൈലിൽ തന്നെ അതേ ആ ഇന്നർ വീവിംഗ് പാറ്റേണിൽ തന്നെ ആയിരിക്കും സാരിയുടെ പല്ലു. സെയിം സ്റ്റൈൽ ബ്ലൗസ്. നെക്സ്റ്റ് കളർ പീച്ച്, സോഫ്റ്റ് പേസ്റ്റൽ പീച്ചും റോസ് ഗോൾഡും കൂടിയുള്ള ബ്ലെൻഡഡ് ടോണിലാണ് സാരി വന്നിരിക്കുന്നത്. ഫുൾ സാരി സെയിം സ്റ്റൈലിൽ തന്നെ അതേ ആ ഒരു ഗ്രീൻ ലാവൻഡർ പേർപ്പിൾ ടോണിലാണ്. ബോഡി കംപ്ലീറ്റ് ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വിത്തൗട്ട് ബോർഡർ. പീച്ചിലാണ്, പീച്ചും റോസ് ഗോൾഡും കൂടി ചേർന്ന് വരുന്ന ആ ഒരു പാറ്റേണിലാണ് സാരിയുടെ മുന്താണിയിൽ ആ ഒരു ഇന്നർ വീവിംഗ് പാറ്റേണിൽ തന്നെയായിരിക്കും പല്ലു വരുന്നത്. പ്ലെയിൻ ബ്ലൗസ്. ബ്ലൗസ് വരുന്നതും ആ ഒരു പീച്ച് ടോണിലാണ്. നെക്സ്റ്റ് സാരി വീണ്ടും ഫാബ്രിക് മാറിയിട്ടുണ്ട്. ലിനൻ ആണ് സാരിയുടെ ഫാബ്രിക് വന്നത്. ലിനനിൽ നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിൽ ഹാൻഡ് വർക്കിലാണ് സാരി വരുന്നത്. ആ ഒരു ബുള്ളിയൻ നോട്ട്സും സ്വീക്വൻസും ഒക്കെ വെച്ചിട്ടുള്ള ഹാൻഡ് വർക്കിന്റെ ഫ്ലോറൽ മോട്ടീവ്സ് ആയിരിക്കും ബോഡി വരുന്നത്. ബോർഡർ വരുന്നത് സിമ്പിൾ ബോർഡർ. സിമ്പിൾ ബോർഡർ വന്നിട്ട് ഒരു റെഡിലാണ്, ചില്ലി റെഡിലുള്ള റിബൺ ബോർഡർ വരുന്നുണ്ട് സാരിക്ക്. അത് കഴിഞ്ഞ് ഒരു 3 ഇഞ്ച് ബോർഡർ വരുന്നുണ്ട്. ബോഡി വരുന്നത് പ്ലെയിൻ. അതിൽ ആ ഒരു മോട്ടീവ്സ് വരുന്നുണ്ട്. ഹാൻഡ് വർക്കിന്റെ മോട്ടീവ്സ് ആയിരിക്കും ബോഡിയിൽ വരുന്നത്. ലോവർ പാർട്ടിൽ വരുമ്പം ഈ ഒരു ഫ്ലോറൽ ഡിസൈൻസിലായിരിക്കും ഒരു ഹാൻഡ് വർക്ക് മോട്ടീവ്സ് വരും. നല്ല പാറ്റേണിലാണ്, നല്ലൊരു ഡിഫറെന്റ് ലുക്കിൽ ആ ഒരു ബുള്ളിയൻ നോട്ട്സ് വെച്ചിട്ടുള്ള ആ ഒരു പാറ്റേണിലാണ്. കണ്ടോ, ഈ ഒരു പാറ്റേണിലായിരിക്കും ഹാൻഡ് വർക്ക് വരുന്നത്. അതിൽ ആ ഒരു ഫോയിൽ പ്രിന്റ് കൂടി വരുന്നുണ്ട്. ഫോയിൽ പ്രിന്റഡ് പാറ്റേണിൽ ഹാൻഡ് വർക്കിലും ഒരു വാട്ടർ ഗോൾഡ് സ്വീക്വൻസ് വർക്കിലായിരിക്കും ഈ ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് വരുന്നത് സാരിയിൽ. ഇതേ പാറ്റേൺ തന്നെയാണ് സാരിയുടെ മുന്താണിയിൽ വരുമ്പോഴും ഇതേ സ്റ്റൈലിൽ തന്നെ ഫുൾ ഹാൻഡ് വർക്കിലുള്ള മോട്ടീവ്സ് ആയിരിക്കും. അതേ മോട്ടീവ്സ് തന്നെ എൻറ്റയർ സാരിയിലും ആ ഒരു ലോവർ ഏരിയ വരുമ്പോൾ കംപ്ലീറ്റ് ഈ ഒരു പാറ്റേണിൽ തന്നെ ആയിരിക്കും വരുന്നത്. മുന്താണി ഇതാണ് സാരിയുടെ പല്ലു.
പ്യുവർ ലിനൻ ആണ് സാരിയുടെ ഫാബ്രിക്. ബ്ലൗസ് വരുന്നത് റണ്ണിങ് ബ്ലൗസ്, പ്ലെയിൻ വിത്ത് ബോർഡർ ആയിരിക്കും ബ്ലൗസ് വരുന്നത്. സെയിം പാറ്റേൺ തന്നെ, ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിന്റെ കളർ പാലറ്റ് മാത്രമേ ചേഞ്ച് വന്നിട്ടുള്ളൂ. ഇതിന് മുൻപത്തിൽ നല്ലൊരു റെസ്റ്റിക് ടോൺ ആയിരുന്നു വന്നത്. ഇതിൽ വരുമ്പോൾ ബ്ലൂ ആണ് വരുന്നത്, അക്വ ബ്ലൂ ആണ് വരുന്നത്. അത് മാത്രമേ ഉള്ളൂ ഡിഫറൻസ്. സെയിം അതേ പാറ്റേണിൽ തന്നെയുള്ള ഹാൻഡ് വർക്ക് ആയിരിക്കും വരുന്നത്. ഇത് കണ്ടാൽ നമുക്കൊരു ആപ്ലിക്കോക്കിൽ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു ഫീൽ ആട്ടോ. പക്ഷെ ആപ്ലിക്കോക്ക് അല്ല, ഫുൾ ഈ ഒരു പാറ്റേണിലാണ്. നല്ലൊരു ബ്ലൂ, അക്വ ബ്ലൂ ഗ്രീൻ ആ ഒരു കോമ്പിനേഷനിലാണ് ബുള്ളി നോട്ട്സും സ്വീക്കൻസ് വർക്കും വെച്ചിട്ടുള്ള വർക്ക് വരുന്നുണ്ട്. സെയിം സ്റ്റൈൽ, ഇതേ ഫോയിൽ പ്രിന്റും വരുന്നുണ്ട്, ഹാൻഡ് വർക്കും വരുന്നുണ്ട്. മുന്താണി സെയിം പാറ്റേൺ. ഫുൾ എൻറ്റയർ സാരിയിലും ആ ഒരു ലോവർ പോർഷൻ വരുമ്പോൾ കംപ്ലീറ്റ് ഈ ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സിന്റെ മോട്ടീവ്സ് ആയിരിക്കും. താഴെ ഭാഗം കംപ്ലീറ്റ് വരിക, മുകൾ ഭാഗം വരുന്നത് പ്ലെയിൻ ആയിട്ട് ആ ഒരു റിബൺ ബോർഡർ മാത്രമേ വരുന്നുള്ളൂ. സിമ്പിൾ സ്റ്റൈലായിരിക്കും വരുന്നത് വിത്ത് പ്ലെയിൻ ബ്ലൗസ്. നെക്സ്റ്റ് ഫ്ലോറൽ ഡിസൈനിന്റെ കളർ പറയുകയാണെങ്കിൽ പേസ്റ്റൽ യെല്ലോ ആണ്. ഒരു മസ്റ്റേർഡ് യെല്ലോയും ബ്രൗണും കൂടി ചേർന്നിരുന്ന നല്ലൊരു ടോണിലാണ് ആ ഒരു ഹാൻഡ് വർക്കിന്റെ മോട്ടീവ്സ് വരുന്നത്. ഡിസൈനും പാറ്റേൺ എല്ലാം സെയിം തന്നെ, ആ കളേഴ്സ് മാത്രമേ മാറുന്നുള്ളൂ. എന്താണ് അതേ പാറ്റേണിൽ തന്നെ ഹാൻഡ് വർക്കിൽ തന്നെ ആയിരിക്കും, ഫ്ലോറൽ ഡിസൈൻസിൽ തന്നെ വരുന്നത്. ഇതായിരിക്കും ഫുൾ ലുക്ക് വരുന്ന സാരിക്ക്, പ്ലെയിൻ ബ്ലൗസ്. നെക്സ്റ്റ് സാരി സിൽക്കി കോട്ടയാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. സിൽക്കി കോട്ടയിൽ നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് ഹാൻഡ് വർക്ക് വരുന്നത്. ആ ഒരു ബോർഡറിൽ വരുമ്പോൾ നല്ലൊരു വേവി ഡിസൈനിലാണ് ഹാൻഡ് വർക്കും ആ ഒരു സ്വീക്കൻസ് വർക്കും വരുന്നുണ്ട്. പല്ലു വരുമ്പം ക്യാമലിന്റെ പാറ്റേണിലാണ്, ഒട്ടകത്തിന്റെ പാറ്റേണിലാണ് മുന്താണിയിൽ ആ ഒരു വർക്ക് വരുന്നത് സാരിയിൽ. ഞാൻ ക്ലോസർ ലുക്കിലേക്ക് കാണിക്കും. നല്ലൊരു പേൾ ക്രീമാണ് സാരിയുടെ കളർ വരുന്നത്. ഇതിൽ ഈ ഒരു സ്റ്റൈലിലായിരിക്കും. ബോഡിയിൽ ഈ ഒരു മോട്ടീവ്സ് വരുന്നുണ്ട്, ഡിഫറെന്റ് കളറിലുള്ള മോട്ടീവ്സ് ആയിരിക്കും വരിക. നല്ലൊരു പിങ്ക് ആൻഡ് ഗ്രീനിലാണ് ഒരു മോട്ടീവ് വരുന്നത്. അത് ഡിഫറെന്റ് കളേഴ്സ് വരുന്നുണ്ട്, പേസ്റ്റൽ റെഡ് ആൻഡ് ഗ്രീൻ, മസ്റ്റേർഡ് യെല്ലോ വിത്ത് ഗ്രീൻ, ഇങ്ങനെ ഡിഫറെന്റ് കളേഴ്സിലായിരിക്കും ആ ഒരു വർക്ക് വരിക. ബോർഡർ വരുമ്പം ഇതായിരിക്കും പാറ്റേൺ വരിക. ഒരു ലീഫ് ഡിസൈൻസും വരുന്നുണ്ട് ഹാൻഡ് വർക്കിൽ. അത് കൂടാതെ ഈ ഒരു പാറ്റേണിൽ നല്ലൊരു വേവി ഡിസൈനിലാണ് ബോർഡർ, അപ്പറും ലോവറും ഇതേ സ്റ്റൈലിൽ തന്നെ ആയിരിക്കും ബോർഡർ വരുന്നത്. ബോഡിയിൽ കംപ്ലീറ്റ് ആ ഒരു മോട്ടീവ്സ് വന്നിട്ട് മുന്താണി ഈ ഒരു പാറ്റേണിലാണ് സാരിയുടെ പല്ലു വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് ആ ഒരു ഹാൻഡ് വർക്കിൽ തന്നെ ആയിരിക്കും മുന്താണിയിൽ ആ ഒരു മോട്ടീഫ്, ക്യാമൽ മോട്ടീഫാണ് വരുന്നത്. വീണ്ടും ബോർഡറിന്റെ അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും മുന്താണിയുടെ എൻഡിൽ വരുമ്പോൾ ആ ഒരു വർക്ക് വരുന്നത്. ഈ ഒരു സ്റ്റൈലിലാണ്. സിൽക്കി കോട്ട, പ്യുവർ സിൽക്കി കോട്ടയാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. നല്ലൊരു ഡിഫറെന്റ് ലുക്കിലുള്ള ഹാൻഡ് വർക്കിലാണ് സാരി വന്നിരിക്കുന്നത്. ബ്ലൗസ് വരുമ്പോഴും അതേ ബോഡിയിൽ വരുന്ന അതേ ആ ഒരു വർക്ക് തന്നെയാണ്. സാരിയിൽ വരുന്ന ബോർഡറിന്റെ അതേ വർക്ക് തന്നെയായിരിക്കും ബ്ലൗസിന്റെ സ്ലീവിൽ വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ പാർട്ടി വെയർ സാരീസ് ആയിരുന്നു ഇന്ന് വന്നത്. ഡിഫറെന്റ് ഫാബ്രിക്കിലും ഡിഫറെന്റ് പാറ്റേണിലും വരുന്ന സാരീസ് വന്നത്. ഇതും സിൽക്കി കോട്ടയിൽ തന്നെയാണ് ലാസ്റ്റ് സാരി കേട്ടോ. സിൽക്കി കോട്ടയിൽ തന്നെ അതേ ബ്യൂട്ടിഫുൾ പാറ്റേണിൽ തന്നെയാണ് ഹാൻഡ് വർക്ക് മോട്ടീവ്സ് വന്നിരിക്കുന്നത്. നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ആണ് സാരിയുടെ കളർ വരുന്നത്. ഡിഫറെന്റ് കളേഴ്സിലായിരിക്കും ബോഡിയിൽ ആ ഒരു ഹാൻഡ് വർക്ക് മോട്ടീവ്സ് വരുന്നത്. ഫ്ലോറൽ മോട്ടീവ്സ് തന്നെ വരുന്നത്. ഇതും അതുപോലെ തന്നെ ഇന്റർമീഡിയറ്റ് പാറ്റേണിൽ തന്നെ ആയിരിക്കും ആ ഒരു വേവി ഡിസൈനിലുള്ള ഹാൻഡ് വർക്ക് ബോർഡർ. അതേ സ്റ്റൈലിൽ തന്നെ നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് സാരിയുടെ മുന്താണിയിലും ആ ഒരു ഹാൻഡ് വർക്ക് വരുന്നത്. ഇതായിരിക്കും പാറ്റേൺ വരിക. ഓവറോൾ ലുക്ക് ഇങ്ങനെ വരും സാരി. ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ബ്ലാക്ക് വന്നിട്ട് ഇതേ പാറ്റേണിൽ തന്നെയുള്ള വർക്ക് ആയിരിക്കും ബ്ലൗസിന്റെ സ്ലീവിൽ വരുന്നത്.